Hello friends, welcome to Prodigy Institute of Management Studies. Myself Ananda Krishna here. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് CA ആൻഡ് CMA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സിന്റെ അമെൻമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അമെൻമെന്റ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാമായിരിക്കും അല്ലെ. അതായത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ ടാക്സിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണോ അത് നമുക്ക് എന്ത് ചെയ്യും, സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ ആഡ് ആകും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ ചേർത്തിട്ട് വേണം നമ്മുടെ അപ്കമിങ് അറ്റംപ്റ്റിൽ പഠിക്കാനായിട്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫിനാൻസ് ആക്ടിൽ വന്ന ചേഞ്ചസ് പ്രകാരം നമ്മുടെ ഇൻകം ടാക്സിലും GSTയിലും അത്യാവശ്യം കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അപ്കമിങ് അറ്റംപ്റ്റിൽ അതും കൂടെ ചേർത്താണ് നമ്മൾ പഠിക്കേണ്ടത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻകം ടാക്സിന്റെ അമെൻമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്കമിങ് അറ്റംപ്റ്റിൽ, അതായത് CAയുടെ എക്സാംസ് ആണെങ്കിൽ നമുക്കറിയാം ഇനി മെയ് 2025 ഹാപ്പൻ ആകാൻ പോകുന്നത്. സോ CAയുടെ ഇന്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്കും അതേപോലെ CMA ഇന്ത്യ അല്ലെ, നമുക്ക് ജൂണിലാണ് CMAയുടെ എക്സാംസ് വരുന്നത്. അവർക്ക് ഈ രണ്ട് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് ഇത് മേജർ ആയിട്ടും ആപ്ലിക്കബിൾ ആകുക. ആൻഡ് ബാക്കിയുള്ളവർക്കും ഈ ഒരു വീഡിയോ കാണാൻ പറ്റും. കാരണം നമുക്കറിയാം കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ അറിയുക എന്നുള്ളത് നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻസിനും നമുക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് തിയറട്ടിക്കലി മാത്രമല്ല, ഇത് അറിയുന്നത് വഴി നമുക്ക് പ്രാക്ടിക്കൽ നോളജുമാണ് ഉണ്ടാകുന്നത് അല്ലെ. സോ നമ്മൾ ഈ ഒരു അമെൻമെന്റ് സെഷൻ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലും വന്നിരിക്കുന്ന ചേഞ്ചസ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു അമെൻമെന്റ് വീഡിയോ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അമെൻമെന്റിന്റെ ഈ ഒരു സെഷൻ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഓരോ ചാപ്റ്ററിൽ വരുന്ന അമെൻമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. അതിനുശേഷം അതിൽ എന്താണോ ചേഞ്ച് വന്നത് അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇൻകം ടാക്സിലെ ആദ്യത്തെ ചാപ്റ്റർ അല്ലേ, അതായത് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നിരിക്കുന്ന മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻകം ടാക്സിന്റെ സ്ലാബിലുള്ള ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ സ്ലാബിലുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഏത് സ്ലാബാണ് ഇപ്പോൾ ഉള്ളത്, അതിൽ എന്ത് ചേഞ്ച് ആണ് വന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം നേരത്തെ നമുക്ക് ഓൾഡ് സ്ലാബ് എന്ന് പറഞ്ഞിട്ടൊരു സ്ലാബ് ഉണ്ടായിരുന്നു അല്ലെ. അതായത് 0 to 2,50,000 വരെ നില്ല്, then 2,50,000 മുതൽ 5 lakh വരെ ആണെങ്കിൽ 5%, then 5 lakh മുതൽ 10 lakh വരെ ആണെങ്കിൽ 20%, ഇങ്ങനെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു. then അത് കൂടാതെ പഴയ സ്ലാബിൽ നമുക്ക് ഏജ് അനുസരിച്ചല്ലേ, സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്കൊരു സ്ലാബ്, then സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് വേറൊരു സ്ലാബ്, ഇങ്ങനെയാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് അല്ലെ. ഇങ്ങനെയാണ് ഓൾഡ് സ്ലാബ് ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ നിന്ന് മാറിയാണ് നമുക്ക് അല്ലെ കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ നമുക്ക് ബജറ്റിൽ പ്രസന്റ് ചെയ്തപ്പം നമ്മൾ സ്ലാബ് തന്നെ മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞു അല്ലെ. സോ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സ്ലാബ്? ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ലാബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ് ടു 3 lakh വരെ ആണെന്നുണ്ടെങ്കിൽ, 3 ലക്ഷം വരെയാണ് ഇൻകം എന്നുണ്ടെങ്കിൽ നില്ല, ടാക്സ് ഒന്നും കൊടുക്കണ്ട. ദെൻ 3 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലാണ് നമ്മുടെ ഇൻകം, 3 to 6 lakh വരെയാണ് എന്നുണ്ടെങ്കിൽ 5% ആണ് റേറ്റ് ഓഫ് ടാക്സ്. ദെൻ 6 ലക്ഷത്തിന് മുകളിലാണ് നമ്മുടെ ഇൻകം, പക്ഷെ 9 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ 10% ആണ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻകം 9 ലക്ഷത്തിന് മുകളിലാണ്, 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 15% റേറ്റ് ഓഫ് ടാക്സ്. നമ്മളിത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അതായത് പഴയ സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ 3-4 സ്ലാബുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ റേറ്റ് ഓഫ് ടാക്സും കൂടുതലായിരുന്നു അല്ലെ. 0 to 2.5 lakhs വരെയാണ് ഇൻകം എന്നുണ്ടെങ്കിൽ 0% ആണ് നമുക്ക് ടാക്സ് വന്നിരുന്നത്. ദെൻ 2,50,000 മുതൽ 5 lakh വരെയാണെങ്കിൽ 5%, ദെൻ 5 lakh മുതൽ 10 lakh വരെയാണെന്നുണ്ടെങ്കിൽ 20% ആയിരുന്നു അല്ലെ. അപ്പം ഇവിടെ ന്യൂ സ്ലാബിലേക്ക് വരുമ്പം എന്തായി, സ്ലാബുകളുടെ എണ്ണം അല്ലെ കൂടി, അതിനനുസരിച്ച് നമുക്ക് റേറ്റ് ഓഫ് ടാക്സും കുറഞ്ഞു അല്ലെ. സോ പറഞ്ഞു വരുന്നത് 9 ലക്ഷത്തിന് മുകളിലാണ് ഇൻകം, 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ 15%. ദെൻ 12 ലക്ഷത്തിന് മുകളിൽ ആണ് ഇൻകം, പക്ഷെ 15 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 20% റേറ്റ് ഓഫ് ടാക്സ്. നേരത്തെ ഇത് എങ്ങനെയായിരുന്നു, 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ആണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ 20 ലക്ഷം കൊടുക്കേണ്ടതുണ്ടായിരുന്നു, 20% കൊടുക്കേണ്ടതുണ്ടായിരുന്നു. 20 ലക്ഷമല്ല, സോറി, 20% നമ്മൾ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പം അത് 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ മാത്രമാണ് 20% ആപ്ലിക്കബിൾ ആകുക. ദെൻ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ പോയാൽ മാത്രം നമ്മൾ 30% ടാക്സ് പേ ചെയ്താൽ മതിയാവും. നേരത്തെ അത് 10 lakhsന് മുകളിൽ പോയാൽ തന്നെ നമ്മൾ 30% ടാക്സ് പേ ചെയ്യണമായിരുന്നു.
അല്ലേ? അപ്പൊ ഇതാണ് എക്സിസ്റ്റിംഗ് സ്ലാബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കോൺസെപ്റ്റിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉള്ള ഡീഫോൾട്ട് ടാക്സ് സ്ലാബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന സ്ലാബാണ്. ഇതിനെയാണ് നമ്മൾ ഡീഫോൾട്ട് ടാക്സ് സ്ലാബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡീഫോൾട്ട് അതായത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാലറീഡ് പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾഡ് സ്ലാബ് അല്ലെങ്കിൽ ന്യൂ സ്ലാബ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പുതിയ സ്ലാബ് എന്ന് പറയുന്നത്. പഴയ സ്ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതെന്ത് ചെയ്യാം? മാറ്റാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒന്നും പറയുന്നില്ല, നമ്മൾ വേറെ ഇന്റിമേഷൻസ് ഒന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്സിന് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പുതിയ സ്ലാബ് ആയിരിക്കും ആപ്ലിക്കബിൾ ആകുക എല്ലാവർക്കും. ഓക്കെ, അപ്പൊ പഴയ സ്ലാബിനെ വിളിക്കുന്ന പേരെന്താ? പഴയ സ്ലാബിനെ നമ്മൾ നോർമൽ ടാക്സ് സ്ലാബ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. നോർമൽ ടാക്സ് സ്ലാബ് എന്നാണ് പഴയ സ്ലാബിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി അമെന്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സെക്ഷൻ നമ്പർ 115 BACയിലുള്ള സ്ലാബാണ്, ടാക്സ് സ്ലാബാണ്. ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആകും ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വല്, HUF, AOP, BOE ആൻഡ് AJP. അതായത് ഇത്രയും ആൾക്കാർക്കാണ് സ്ലാബ് റേറ്റ് ആപ്ലിക്കബിൾ ആകുക. ഇതിൽ വരാത്ത കമ്പനി, കോർപ്പറേറ്റീവ് സൊസൈറ്റി, പാർട്ട്ണർഷിപ്പ് ഫേം ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ്? അവർക്ക് ഫ്ലാറ്റ് റേറ്റിലാണ് ഇൻകം ടാക്സ് ആപ്ലിക്കബിൾ ആകുക, അല്ലെ? സോ പേഴ്സൺ എന്ന് പറഞ്ഞ ഡെഫിനേഷൻ എടുത്താൽ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമാണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് സ്ലാബ് റേറ്റ് ആപ്ലിക്കബിൾ ആകുന്നതിൽ ഏതാണ് എക്സിസ്റ്റിംഗ് സ്ലാബ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി അതിലുള്ള ചേഞ്ച് എന്താണ് അമെന്റ് ആയതെന്ന് നമുക്ക് നോക്കാം. സോ അമെന്റ് ആയത് നമ്മളൊന്ന് ശ്രദ്ധിക്കൂ. ആദ്യത്തെ സ്ലാബിൽ വ്യത്യാസമൊന്നുമില്ല, അപ് ടു 3 lakh വരെയാണെങ്കിൽ നിൽ, ടാക്സ് ഒന്നും കൊടുക്കണ്ട. ഇനി രണ്ടാമത്തെ സ്ലാബ് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. അതായത് ഇൻകം 3 ലക്ഷത്തിന് മുകളിലാണ് പക്ഷേ 7 ലക്ഷത്തിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ആണ് 5% റേറ്റ് ഓഫ് ടാക്സ് വരുന്നത്. അതായത് നേരത്തെ ഇവിടെ 6 ലക്ഷം എന്നുള്ളത് ഇവിടെ അത് 7 ലക്ഷമായിട്ട് മാറി. ഓക്കെ, റേറ്റ് ഓഫ് ടാക്സിൽ വ്യത്യാസമൊന്നുമില്ല, 5% തന്നെയാണ്. പക്ഷേ ഇൻകം ഇൻക്രീസ് ആയി, 6 എന്നുള്ളത് 7 ലക്ഷമായി. ഓക്കെ, ദെൻ അടുത്ത സ്ലാബ് ഏതാ? അടുത്ത സ്ലാബ് 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ്. നേരത്തെ അത് എത്രയായിരുന്നു? 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെയായിരുന്നു നമ്മുടെ സ്ലാബ് എന്ന് പറയുന്നത്. സോ ഇൻകം 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആണെന്നുണ്ടെങ്കിൽ 10% ആണ് റേറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ റേറ്റിൽ മാറ്റം ഉണ്ടായിട്ടില്ല, പക്ഷെ സ്ലാബ് മാത്രം എന്തായി? ചേഞ്ച് ആയി. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ന്യൂസിലൊക്കെ കാണാൻ സാധിച്ചത് 7 ലക്ഷം വരെ നിങ്ങളുടെ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ടാക്സ് ഒന്നും കൊടുക്കേണ്ട വരില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റിബേറ്റും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോഴേക്കും ടാക്സ് നമുക്ക് നില്ലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? ദെൻ അടുത്ത സ്ലാബ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിലാണ് ഇൻകം, പക്ഷെ 12 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ 15% അല്ലെ? നേരത്തെ അത് 9 to 12 ആയിരുന്നു, ഇപ്പൊ അത് 10 to 12 ആക്കി. ദെൻ നെക്സ്റ്റ് സ്ലാബ് എന്ന് പറയുന്നത് ഇൻകം 12 ലക്ഷത്തിന് മുകളിലാണ് പക്ഷേ 15 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ 20% റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ചേഞ്ച് ഒന്നുമില്ല കണ്ടോ. നേരത്തെയും 12 to 15 ആയിരുന്നു, ഇപ്പോഴും 12 to 15. സ്ലാബിൽ മാറ്റമൊന്നുമില്ല, റേറ്റ് ഓഫ് ടാക്സിൽ മാറ്റമൊന്നുമില്ല. അപ്പം അതിന് മുന്നത്തെ വരുന്ന സ്ലാബുകളിലായിരുന്നു ചേഞ്ച്. ദെൻ നെക്സ്റ്റ് ഇൻകം എബോവ് 15 lakh, 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% തന്നെയാണ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇൻകം ടാക്സിന്റെ സ്ലാബ് റേറ്റിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഓൺ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത എന്ത് ചേഞ്ച് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ ടാക്സ് റേറ്റിലാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്പനിയുടെ ടാക്സ് റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഡൊമസ്റ്റിക് കമ്പനിക്കും ഫോറിൻ കമ്പനിക്കും വേറെ വേറെ ടാക്സ് റേറ്റ്സ് ആണ് ആപ്ലിക്കബിൾ ആകാം. അതില് ഇപ്പൊ ഡൊമസ്റ്റിക് കമ്പനി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 115 BAA എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. 115 BAA എന്ന് പറയുന്നത് എന്താ? ഡൊമസ്റ്റിക് കമ്പനിയിൽ തന്നെ അതായത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് റെഡ്യൂസ്ഡ് റേറ്റിൽ ടാക്സ് പേ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ പല സെക്ഷൻസ് ആണ് 115 BAA. ദെൻ BAB എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് കമ്പനീസ്, അതായത് സ്റ്റാർട്ടപ്പ് പോലുള്ള കമ്പനീസിനാണ് ഈ 115 BAB ആപ്ലിക്കബിൾ ആകുക. ഓക്കെ, സോ എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്ന റേറ്റ് എന്താണ്, അമെൻഡഡ് ആയിട്ടുള്ള എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 115 BAA ഓപ്റ്റ് ചെയ്ത കമ്പനി, അതുപോലെ തന്നെ 115 BAB ഓപ്റ്റ് ചെയ്ത കമ്പനി, ഇത് രണ്ടുപേർക്കും റേറ്റിൽ ചേഞ്ച് ഒന്നുമില്ല. നേരത്തെ അത് 22% പ്ലസ് 10% സർചാർജ് എന്നുള്ളതാണ്, അത് തന്നെ കണ്ടിന്യൂ ആകുകയാണ്, അതിൽ ചേഞ്ച് ഒന്നുമില്ല. ദെൻ 115 BAB ഓപ്റ്റ് ചെയ്ത കമ്പനി ആണെങ്കിലും സെയിം തന്നെ, റേറ്റിൽ ചേഞ്ച് ഒന്നുമില്ല. അമെൻഡഡ് ആയിട്ടുള്ള അമെൻമെന്റ്സ് ഒന്നും തന്നെ അതിൽ വന്നിട്ടില്ല.
പിന്നെ എന്താ ചേഞ്ച് വന്നിരിക്കുന്നത്? ചേഞ്ച് വന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടാക്സ് റേറ്റിൽ ഡൊമസ്റ്റിക് കമ്പനിയുടെ ടാക്സ് റേറ്റ്സിൽ ഒരു പ്രൊവിഷൻ എങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ടോട്ടൽ ടേൺ ഓവർ ഓർ ഗ്രോസ് റെസീവ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ 2021-22 ഡസ് നോട്ട് എക്സീഡ് 400 crores. അതായത് ഒരു ഡൊമസ്റ്റിക് കമ്പനിയുടെ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സ് ഫിനാൻഷ്യൽ ഇയർ പ്രീവിയസ് ഇയർ 2021-22 400 കോടിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അവര് ടോട്ടൽ ഇൻകത്തിന്റെ 25% മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതിയോ? ഓക്കെ. അപ്പം ഇവിടെ പ്രീവിയസ് ഇയർ 21-22 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചേഞ്ച് ആയി എന്തായി? പ്രീവിയസ് ഇയർ 22-23 ആയി. അതായത് പ്രീവിയസ് ഇയർ അതായത് ഇനി മുതൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ 22-23 ഏതെങ്കിലും ഡൊമസ്റ്റിക് കമ്പനീസിന് അവരുടെ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സ് 400 കോടിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പ്രീവിയസ് ഇയറിൽ 400 കോടിയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇൻകത്തിന്റെ 25% മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് ആയിട്ട് പേ ചെയ്താൽ മതി. അതായത് നേരത്തെ 21-22 എന്നുള്ള ഒരു പ്രീവിയസ് ഇയർ ആയിരുന്നു, അത് മാറി 22-23 എന്നാക്കി. ഇതാണ് ചേഞ്ച്. ഈ കാറ്റഗറിയിൽ ഒന്നും പെടുന്നില്ല. 115 BAB വരുന്നില്ല, BAB വരുന്നില്ല, BAAയും വരുന്നില്ല, BABയും വരുന്നില്ല. ഇതൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതർ കാറ്റഗറി ഓഫ് ഡൊമസ്റ്റിക് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വരും? അവർക്ക് 30% ആണ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡൊമസ്റ്റിക് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോറിൻ കമ്പനി എടുത്താലോ? ഫോറിൻ കമ്പനിക്ക് നേരത്തെ 40% ആയിരുന്നു റേറ്റ് ഓഫ് ടാക്സ്. 40% മാറി ഇപ്പൊ എന്തായി? 35% ആയി അല്ലെ? ബജറ്റ് ഒക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതായത് ഫോറിൻ കമ്പനികളുടെ ടാക്സ് റേറ്റ്സ് കുറച്ചേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫോറിൻ കമ്പനീസ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കൂടും, ഫോറിൻ ഡോളേഴ്സ് കൂടാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെ ഇന്ത്യക്ക് ഗുണമാണ് അല്ലെ? അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫോറിൻ കമ്പനിയുടെ ടാക്സ് റേറ്റ് 40% നിന്ന് 35%ആയിട്ട് കുറച്ചത്. ഓക്കെ, സോ ഇതാണ് കമ്പനിയുടെ ടാക്സ് റേറ്റ്സിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വന്നിരിക്കുന്ന സ്ലാബ് റേറ്റുകളിൽ ഉണ്ടായ, അതായത് സ്ലാബ് റേറ്റിലുള്ള ചേഞ്ച് നമ്മൾ പറഞ്ഞു. ദെൻ അതുകൂടാതെ കമ്പനിയുടെ ടാക്സ് റേറ്റ്സിൽ ഉണ്ടായ ചേഞ്ച് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് തിങ് അടുത്ത വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന, അതായത് നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം ആയ ഇൻകം ഫ്രം സാലറിയിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ്. ഓക്കെ, അതിൽ നമുക്ക് മേജർ ആയിട്ട് വന്ന ചേഞ്ച് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ നമ്പർ 16, അതായത് സാലറി ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻ, അതാണ് സെക്ഷൻ നമ്പർ 16 ഡിസ്കസ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്കൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. എന്താണ് ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിലാണ് ചേഞ്ച്. ഇതൊക്കെ നമ്മുടെ ന്യൂസിൽ ബജറ്റ് ഒക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ന്യൂസിൽ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സാലറീഡ് പേഴ്സൺസിന് ഒരുപാട് ബെനിഫിറ്റ്സ് വന്നു എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിൽ പെടുന്നതാണ് ഇത് അല്ലെ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വന്നിരിക്കുന്ന ചേഞ്ച് ആണ്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇപ്പൊ കറന്റ്ലി ഉള്ള പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. കറന്റ്ലി ഉള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് ടാക്സ് ആണ്. ഓൾഡ് ടാക്സ് സ്ലാബ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓൾഡ് ടാക്സ് സ്ലാബ് ഓപ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 50,000 ആണ് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത്. നമ്മുടെ 115 BAC, അതായത് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പുതിയ സ്ലാബ് ആണ് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും 50,000 തന്നെയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അമെൻഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ 115 BAC ആണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണ്, നിങ്ങൾ പുതിയ സ്ലാബ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു അപ് ടു 3 lakh, അതാണ് പുതിയ സ്ലാബ്. അപ് ടു 3 lakh, ദെൻ നെക്സ്റ്റ് 3 lakh to 7 lakh, അതാണ് പുതിയ സ്ലാബ് കേട്ടോ. അപ്പൊ പുതിയ സ്ലാബ് ഓപ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 അല്ല, പകരം 75,000 രൂപ കിട്ടും. ഓക്കെ, പക്ഷേ നിങ്ങൾ പുതിയ സ്ലാബ് ഓപ്റ്റ് ചെയ്യുന്നില്ല, 115 BAC ഓപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഓൾഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര തന്നെയായിരിക്കും? 50,000 തന്നെയായിരിക്കും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പൊ പറഞ്ഞു വരുന്നത് ഈ 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പുതിയ സ്ലാബ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്, വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ സെക്ഷൻ നമ്പർ 16 വരുന്ന മറ്റ് ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ടാക്സും എന്റർടൈൻമെന്റ് അലവൻസും ഒക്കെയാണ്. അതിൽ ചേഞ്ച് ഒന്നുമില്ല. എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താ പറയുന്നത്? നിങ്ങൾ നോർമൽ സ്ലാബ് ഓപ്റ്റ് ചെയ്തവരാണെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാം, അലോ ചെയ്യാം അല്ലെ? ഡിഡക്ട് ചെയ്യാം.
ദെൻ 115 PSC ഓപ്റ്റ് ചെയ്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഫഷണൽ ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. സെയിം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും കണ്ടിന്യൂ ആകുന്നത്, അമെന്റ്മെന്റ്സ് ഒന്നും ഇല്ല എന്നർത്ഥം. ദെൻ എന്റർടൈൻമെന്റ് അലവൻസ് ആണെങ്കിൽ നമുക്ക് ഓൾഡ് സ്ലാബ് ഓപ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അലോ ചെയ്യാം. അലോ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഡക്ട് ചെയ്യാം എന്നർത്ഥം. സാലറി ഇൻകത്തിൽ നിന്ന് എന്റർടൈൻമെന്റ് അലവൻസ് കുറയ്ക്കാം. പക്ഷേ 115 PSC ഓപ്റ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാനായിട്ട് പറ്റില്ല. ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ആകുന്നത്. സെയിം പ്രൊവിഷൻ തന്നെ കണ്ടിന്യൂ ആകുകയാണ്. അതിലൊന്നും ചേഞ്ചസ് ഇല്ല. അപ്പൊ ആകെ വന്നിരിക്കുന്ന ചേഞ്ച് എവിടെയാ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ളതിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അതും പുതിയ സ്ലാബ് ഓപ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ 75,000 റുപ്പീസ് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചേഞ്ച് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം എക്സാമിന് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കമ്പ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ്. അപ്പോ ഇതിൽ നമുക്ക് പെർക്യൂസിറ്റ്സ്, അതായത് ഇൻകം ഫ്രം സാലറിയിൽ പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്ന പോർഷനിലാണ് നമുക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ വരുന്നത്. അപ്പൊ ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് എന്താണ് ചേഞ്ച് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ എന്താണ് ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഭാഗം വായിക്കാം. ക്യാപ്പ് ഓൺ വാല്യുവേഷൻ ഇൻ സബ്സിക്വന്റ് ഇയേഴ്സ് എന്നുള്ളതാണ്. നോക്കിയേ, വിത്ത് എഫക്ട് ഫ്രം 1/9/2023 where the same accommodation is continued to be provided to the same employee for more than one previous year, the aforesaid calculation shall be restricted to the amount calculated as per the following formula. എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ 2023-24 കൊടുത്തു എന്ന് വെച്ചു. പ്രീവിയസ് ഇയർ 2023-24 എന്ത് ചെയ്തു, ഒരു എംപ്ലോയിക്ക് അക്കോമഡേഷൻ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് ഇതേ എംപ്ലോയിക്ക് തന്നെ എന്ത് ചെയ്യാണ്, അടുത്ത പ്രീവിയസ് ഇയറിലും സെയിം അക്കോമഡേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, എന്ത് ചെയ്യാണ്, സെയിം അക്കോമഡേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അടുത്ത വർഷം പോകുമ്പോഴേക്കും നമുക്ക് എന്താകും, ഈ RFAയുടെ വാല്യൂ ഇൻക്രീസ് ആകാം, അല്ലെ, RFAയുടെ വാല്യൂ ഇൻക്രീസ് ആകാം. അപ്പൊ അങ്ങനെ ഇൻക്രീസ് ആയാൽ അതിന് പുറത്ത് വരുന്ന വാല്യൂ നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാന്ന് ചോദിച്ചാൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, അതെങ്ങനെയാ ചെയ്യേണ്ടത്, അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനൊരു ഫോർമുല പറയുന്നുണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കാണാതെ പഠിക്കേണ്ടതൊന്നുമല്ല, ഇത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇതെങ്ങനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എമൗണ്ട് കാൽക്കുലേറ്റഡ് ഫോർ ദ ഫസ്റ്റ് പ്രീവിയസ് ഇയർ, അതായത് ആദ്യത്തെ പ്രീവിയസ് ഇയറിലെ RFAയുടെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പ്രീവിയസ് ഇയറിലെ ആദ്യത്തെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ ഏതാ, 2023-24. അപ്പൊ 2023-24 RFAയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷമാണെന്ന് വിചാരിക്കാം, 2 lakh. ഓക്കെ, അപ്പൊ ആ വാല്യൂ എടുക്കുക. ദെൻ ഇൻടു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ പ്രീവിയസ് ഫോർ വിച്ച് ദ എമൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ്. അതായത് ഈ 2023-24 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാം, അല്ലെ, എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഡിവൈഡഡ് ബൈ CII for the previous year in which accommodation was initially provided to the employee, അല്ലെ. അതായത് എന്താണ്, പുതിയ ഇയറിലെ CIF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് പുതിയ ഇയർ എന്ന് പറഞ്ഞാൽ അടുത്ത ഇയർ, അല്ലെ, പ്രീവിയസ് ഇയർ 2024-25. ആ ഇയറിലെ CIF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അഡ്ജസ്റ്റഡ് വാല്യൂ കിട്ടും. ഇതില് വിച്ചെവർ ഈസ് ലോവർ, അതായത് ആക്ച്വൽ RFA അല്ലെങ്കിൽ നമ്മളിങ്ങനെ CIF വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എന്താണ് വാല്യൂ, വിച്ചെവർ ഈസ് ലോവർ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ. പ്രീവിയസ് ഇയർ 2023-24 RFA 2 ലക്ഷമായിരുന്നു എന്ന് വിചാരിക്കാം. 2024-25 പോയപ്പോൾ ഇത് 2,50,000 ആയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 വർഷത്തെ
സിഫ് അല്ലെ, അതായത് CII എടുക്കുക, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എടുക്കുക. ഇത് എങ്ങനെയൊക്കെയാ വരുന്നത്? 23, 24 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 348 ആണ് CII, 348 ആണ് പ്രീവിയസ് ഇയർ 23, 24. 24, 25 ആണെന്നുണ്ടെങ്കിൽ അത് എത്ര വരും? 363. അപ്പോ നമുക്കറിയാം 2 ലക്ഷത്തിൽ നിന്ന് 2,50,000 ആയി. അപ്പൊ നമ്മൾ കൂടുതൽ വാല്യൂ എന്ത് ചെയ്യേണ്ട വരും? വാല്യൂ അല്ല, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ട വരും. അങ്ങനെ വന്നാൽ നമ്മൾ അതിനനുസരിച്ച് ടാക്സ് കൊടുക്കേണ്ട വരും. അപ്പൊ പക്ഷേ നമ്മുടെ പ്രൊവിഷൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം എന്ത് ചെയ്യാം? കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം ഡിവൈഡഡ് ബൈ ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻറ്റു നെക്സ്റ്റ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഓക്കെ, ഇത് ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 2,08,621 വരും. കമ്പ്യൂട്ട് ചെയ്താൽ അറിയാൻ പറ്റും. ഓക്കെ, 2,08,621 എന്ന് കിട്ടും. അപ്പൊ അതിനർത്ഥം അടുത്ത വർഷം നിങ്ങൾ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് ഐദർ 2,50,000 ഓർ 2,08,621, വിച്ച് എവർ ഈസ് ലോവർ. ഇതിൽ ഏതാണോ ലോവർ വരുന്നത് ആ വാല്യൂ വേണം റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ ആയിട്ട് എടുക്കാൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ ഇൻക്രീസ്ഡ് വാല്യൂ കാണിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ കുറവ് വരുന്ന വാല്യൂ ഏതാണോ അത് മാത്രം RFIയുടെ വാല്യൂ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്താൽ മതി എന്ന് പറയാനായിട്ട് കാരണം. ഇതാണ് നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇൻകം ഫ്രം സാലറിയിൽ നമുക്ക് രണ്ട് അമെൻമെന്റ്സ് ആണ് നമുക്ക് മേജർ ആയിട്ടും വന്നിരിക്കുന്നത്. ഒന്ന് സെക്ഷൻ നമ്പർ 16 വന്നിരിക്കുന്ന ഡിഡക്ഷൻസ്, അതിൽ വന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചും, പിന്നെ നമ്മുടെ RFI കമ്പ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇൻകം ഫ്രം സാലറിയിലുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതായത് അടുത്ത ഹെഡിലേക്ക് നമുക്ക് പോകാം. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്താണ് ചേഞ്ച് വന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ situations when a house property is assessed under the head PGBP, that is profits and gains of business or profession. അതായത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമ്മൾ PGBP ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സർക്കംസ്റ്റൻസ്, സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം അല്ലെ, അതുണ്ടായിരുന്നു. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പ്രകാരം when the house property is self-occupied, house property is self-occupied by the assessee for his business or profession. അതായത് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒരു അസസി ആളുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് സെൽഫ് ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഹൗസ് പ്രോപ്പർട്ടി സെൽഫ് ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെയായിരിക്കും കാണിക്കുക. PGBPയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ആ പ്രൊവിഷൻ കണ്ടിന്യൂ ആവുകയാണ് ചെയ്യുന്നത്. അതിൽ ചേഞ്ചസ് ഒന്നും ഇല്ല. ഓക്കെ, ചേഞ്ച് വന്നിരിക്കുന്നത് എവിടെയാ? when the assessee is in the business of letting out of residential or commercial properties. അതായത് അസസിയുടെ ജോലി എന്ന് പറയുന്നത്, അസസിയുടെ ജോലി തന്നെ ഈ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത് ഐദർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുക, അതായത് താമസയോഗ്യമായിട്ടുള്ള ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് അല്ലെ, നമ്മൾ കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ ഷോപ്പ് റൺ ചെയ്യാൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബിൽഡിങ്ങോട് കൊടുക്കാറുണ്ട്. അപ്പൊ അസസിയുടെ ബിസിനസ് തന്നെ ഇങ്ങനെ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രം, നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ ഇൻകം എന്ത് ചെയ്യണം? നമ്മൾ PGBP ഹെഡിൽ കാണിക്കണം. ഇനി നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിൽ അതെവിടെ കാണിച്ചാൽ മതി? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണിച്ചാൽ മതി. നേരത്തെ അത് അങ്ങനെയല്ലായിരുന്നു അല്ലെ? അപ്പൊ അമെൻമെന്റ് എന്താന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നമ്മളത് PGBPയിൽ കാണിക്കുക. സോ ഇൻ സം പറഞ്ഞു വരുന്നത്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ലെറ്റ് ഔട്ട് ചെയ്യുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ കാണിക്കുക. ലെറ്റ് ഔട്ട് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം PGBP ഹെഡിൽ കാണിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ഇതാണ് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലുള്ളത് കേട്ടോ. ഹൗസ് പ്രോപ്പർട്ടിയിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു അമെൻമെന്റ്സ് ഒന്നുമില്ല. ആകെ നമുക്ക് ഒരു ചേഞ്ച് മാത്രം, ഒരു അമെൻമെന്റ് മാത്രമേ ഉള്ളൂ.
ദെൻ നെക്സ്റ്റ് PGBP അങ്ങനെ കാര്യമായിട്ടില്ല. മേജർ ആയിട്ട് വന്നിരിക്കുന്ന ചേഞ്ച് ഒക്കെ തന്നെയും ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലാണ്. ക്യാപിറ്റൽ ഗെയിനിലാണ് മേജർ ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പക്ഷേ ക്യാപിറ്റൽ ഗെയിനിൽ അത് കുറച്ചും കൂടെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതകൾ കൂടുതലായിരിക്കാം. ഓക്കെ, ശരി, നമുക്ക് PGBP വന്ന ചേഞ്ച് എന്താണ് എന്നുള്ളത് നോക്കാം. സോ PGBP നമുക്ക് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സെക്ഷൻ നമ്പർ 36 സബ്സെഷൻ 1 ക്ലോസ് 4A എന്ന് പറയുന്ന സെക്ഷനിലാണ്. അതായത് കോൺട്രിബ്യൂഷൻ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു നാഷണൽ പെൻഷൻ സ്കീം, അതായത് NPS എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അതിൽ വന്നിരിക്കുന്ന ഒരു പെർസെൻറ്റേജിലുള്ള ചേഞ്ചാണ്. ഓക്കെ, സോ ഇതിന്റെ പ്രൊവിഷൻ, എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS ഈസ് അലോഡ് ഇൻ PGBP കമ്പ്യൂട്ടേഷൻ. അതായത് PGBP നമ്മൾ എംപ്ലോയർ കേട്ടോ, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടാറ്റ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ടാറ്റ ലിമിറ്റഡിൽ ഒരു മാനേജർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാനേജർ ഒരു സാലറീഡ് പേഴ്സൺ ആണ്. ടാറ്റ ആണ് എന്ത്, എംപ്ലോയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എംപ്ലോയർക്ക് എന്ത് ചെയ്യാം? എംപ്ലോയർക്ക് അവരുടെ PGBP ഹെഡിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS നാഷണൽ അതായത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ ഈ NPS കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ കോൺട്രിബ്യൂഷൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ തരത്തിൽ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ ആ കോൺട്രിബ്യൂഷൻ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എത്രയാ? നേരത്തെ അത് 10% ഓഫ് എംപ്ലോയി സാലറി ആണ്. അതായത് എംപ്ലോയിയുടെ സാലറിയുടെ 10% എന്ത് ചെയ്യാൻ പാടുള്ളൂ? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുണ്ട്. ഇപ്പം അമെൻമെന്റ് വന്നിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആ പെർസെൻറ്റേജ് 10ൽ നിന്ന് 14 ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഇപ്പം എംപ്ലോയർക്ക് എന്ത് ചെയ്യാം? എംപ്ലോയിയുടെ സാലറിയുടെ 14% എന്ത് ചെയ്യാം? NPS കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് സാലറി ഹിയർ മീൻസ്, ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് എംപ്ലോയ്മെന്റ്. ബേസിക് സാലറിയും ഡിയർനെസ് അലവൻസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കണം ഒരു എംപ്ലോയിയുടെ സാലറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ. അതിന്റെ 14% നമുക്ക് എന്ത് ചെയ്യാം? എംപ്ലോയർക്ക് NPS കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് PGBP ഹെഡിൽ തന്നെ വന്നിരിക്കുന്ന അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്. അതായത് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്കറിയാം പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൽ ആദ്യം എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ പറയുന്നത് റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ഫേം ടു സ്ലീപ്പിംഗ് പാർട്ട്ണർ. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫേമിൽ പലതരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. ആക്റ്റീവ് പാർട്ട്ണർ ഉണ്ടാവും, സ്ലീപ്പിംഗ് പാർട്ട്ണർ ഉണ്ടാവും അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ടാവും. അതിൽ സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഫുള്ളി ഡിസലൗഡ് ആണ്. PGBP ഹെഡിൽ ഫുള്ളി അത് ഡിസലൗഡ് ആണ്. ആ പ്രൊവിഷൻ കണ്ടിന്യൂ ആകുകയാണ് ചെയ്യുന്നത്. അതിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇനി സെക്കൻഡ് തിങ്, സ്ലീപ്പിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണെങ്കിൽ അത് ഡിസലൗഡ് ആണെന്ന് പറഞ്ഞു. ഇനി ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണെങ്കിലോ? ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ നോക്കിക്കേ, എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെമ്യൂണറേഷൻ പെയ്ഡ് ബൈ ഫേം ടു ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഈസ് അലൗഡ് പ്രൊവൈഡഡ് ഇറ്റ് ഹാസ് പെർ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം എത്രയാണോ നിങ്ങൾ റെമ്യൂണറേഷൻ ആക്റ്റീവ് പാർട്ട്ണർക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അത്രയും എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ബട്ട് സബ്ജക്ട് ടു മാക്സിമം ലിമിറ്റ് ആസ് അലോ. നമ്മൾ പ്രൊവിഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. അത്രയും വരെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ലിമിറ്റ് എത്രയാ? ആ ലിമിറ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ലക്ഷത്തിന്, അതായത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബുക്ക് പ്രോഫിറ്റിന്റെ ആദ്യത്തെ 3 ലക്ഷം ഓൺ ഫസ്റ്റ് 3 lakh. ഓക്കെ, ആദ്യത്തെ 3 ലക്ഷം ബുക്ക് പ്രോഫിറ്റിന്റെ ലോസും ആകാം അല്ലെ? പ്രോഫിറ്റ് തന്നെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, ലോസും ആകാം. ദെൻ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ഓർ 1,50,000. അതായത് പറഞ്ഞു വരുന്നത് റെമ്യൂണറേഷൻ നമുക്ക് മാക്സിമം എത്ര കൊടുക്കാം? ഒന്നെങ്കിൽ 3 ലക്ഷം, ബുക്ക് പ്രോഫിറ്റ് 3 ലക്ഷം ആണെങ്കിൽ അത്രത്തോളം, അല്ലെങ്കിൽ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ എന്നുള്ളതാണ് നമുക്ക് പ്രൊവിഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ബുക്ക് പ്രോഫിറ്റിന്റെ ബാലൻസ് എമൗണ്ടിന്റെ 60% എന്ത് ചെയ്യാം? അതായത് ബാലൻസ് ഓഫ് ദ ബുക്ക് പ്രോഫിറ്റിന്റെ 60% നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെമ്യൂണറേഷൻ ആയിട്ട് പേ ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ നമുക്ക് ഇതിൽ വരുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് 3 ലാക്ക് എന്നുള്ളതിന് പകരം ഫസ്റ്റ് 6 ലാക്ക് എന്നുള്ളതായിട്ട് നമുക്ക് ചേഞ്ച് ആദ്യത്തെ 6 ലക്ഷം എന്നുള്ളതായിട്ട് മാറി. Then second thing, 90% of the book profit or rupees 1,50,000 whichever is higher. ഇതിൽ ഏതാണോ ഹയർ വാല്യൂ അത്രയും വാല്യൂ വരെ നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാമെന്നുണ്ട്. പക്ഷേ ഇത് മാറിയിട്ട് 90% of the book profit or rupees 3 lakh whichever is higher എന്നുള്ളതായി അല്ലെ. 90% of the book profit, അതായത് നേരത്തെ 1.5 ലക്ഷം എന്നായിരുന്നു, അതെന്തായി 3 ലക്ഷം എന്ന് മാറി. ആൻഡ് ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന്റെ പുറത്ത് 60%, 60% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് നമുക്ക് റെമ്യൂണറേഷൻ ആയിട്ട് തന്നെ കൊടുക്കാം. അതിൽ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ ചേഞ്ച് വന്നിരിക്കുന്നത് എവിടാ? ഫസ്റ്റ് 3 ലാക്ക് എന്നുള്ളത് മാറി, അത് ഫസ്റ്റ് 6 ലാക്ക് ആയി. ദെൻ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓർ 1,50,000 എന്നുള്ളത് മാറി, അത് 3 ലാക്ക് ആയി. ഓക്കെ. ദെൻ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ അലോഡ് ഫോർ ദ ഫേം വിൽ ബി ടാക്സബിൾ ഫോർ പാർട്ട്നേഴ്സ്. അതായത് ഫേമിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലെ, റെമ്യൂണറേഷൻ അലോഡ് ഫോർ ദ ഫേം വിൽ ബി ടാക്സബിൾ ഫോർ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് അത് ടാക്സബിൾ ആയിരിക്കും. ഫേമിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ എന്താണ്? ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുമല്ലോ, അത് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ ടാക്സബിൾ ആണ്. ആ പ്രൊവിഷൻ സെയിം തന്നെ കണ്ടിന്യൂ ആവും. അതിൽ ചേഞ്ച് ഒന്നും ഇല്ല. ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മുടെ ആ ആക്റ്റീവ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനിൽ വരുന്ന കമ്പ്യൂട്ടേഷനിലാണ് നമുക്ക് ചേഞ്ച് വന്നിരിക്കുന്നത്. ഓക്കെ. ഇത്രയുമാണ് നമുക്ക് PGBP-യിലുള്ളത്. PGBP-യിൽ നമുക്ക് 2 അമെൻമെന്റ്സേ വന്നിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ NPS-ലേക്കുള്ള കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷനും, പിന്നെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സിലുള്ള ചേഞ്ച്. ഓക്കെ. അടുത്തത് നമുക്ക് ക്യാപിറ്റൽ ഗെയിനിലേക്ക് പോകാം. ക്യാപിറ്റൽ ഗെയിനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അമെൻമെന്റ്സ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ. സോ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ഗെയിൻ പറയുമ്പോൾ അതിൽ ആദ്യം പീരീഡ് ഓഫ് ഹോൾഡിംഗ്. അത് നമുക്കറിയാം. ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് വരുന്നത്? ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ആൻഡ് ഈ ക്യാപിറ്റൽ അസറ്റിനെ തന്നെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നും നമ്മൾ രണ്ടായിട്ടൊക്കെ തിരിക്കാറുണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ എങ്ങനെയാ ഈ ലോങ് ടേമും ഷോർട്ട് ടേമും ഡിറ്റർമൈൻ ചെയ്യുന്നത്? എങ്ങനെയാ? പീരീഡ് ഓഫ് ഹോൾഡിംഗ് അനുസരിച്ച് അല്ലെ, എത്ര നാൾ നമ്മൾ ആ അസറ്റ് നമ്മുടെ കൈവശം വെച്ചു എന്നുള്ളതിന്റെ ഹോൾഡിംഗ് പീരീഡ് അനുസരിച്ചാണ് നമ്മൾ ഇതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് തരംതിരിക്കുന്നത്. ഓക്കെ. സോ പറഞ്ഞു വരുന്നത്, ഇഫ് ദ ക്യാപിറ്റൽ അസറ്റ് ഈസ്, താഴെ പറയുന്ന ക്യാപിറ്റൽ അസറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ് യൂണിറ്റ്സ് ഓഫ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ദെൻ ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ് യൂണിറ്റ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് മ്യൂച്വൽ ഫണ്ട്, ദെൻ ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ് സീറോ കൂപ്പൺ ബോൺസ്, ഇത്രയും സെക്യൂരിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പ്രകാരം 12 മാസം ഹോൾഡ് ചെയ്താൽ, 12 മാസത്തിനുള്ളിലാണ് നമ്മളത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. 12 മാസത്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്താൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇതിൽ എന്തെങ്കിലും ചേഞ്ച്, അമെൻമെന്റ് എന്താ ഉള്ളത്? അമെൻമെന്റ് ഒന്നും വന്നിട്ടില്ല. സെയിം 12 മാസം തന്നെയാണ് ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസിന് കണ്ടിന്യൂ ആകുക. ദെൻ സെക്കൻഡ് തിങ്, അൺലിസ്റ്റഡ് ഷെയർസോ ഇമ്മൂവൽ പ്രോപ്പർട്ടിയോ ആണെന്നുണ്ടെങ്കിൽ 24 മന്ത്സ് ആണ് അല്ലെ. അതായത് 24 മാസം നമ്മൾ അത് ഹോൾഡ് ചെയ്താൽ, 24 മാസത്തിൽ താഴെയാണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. 24 മാസത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അത് കണ്ടിന്യൂ ആകുകയാണ്, ചേഞ്ച് ഒന്നും ഇല്ല. ഓക്കെ. ഇനി ഓൾ അതർ അസറ്റ്സ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അസറ്റ്സ് അല്ലാതെ മറ്റെന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് 36 മന്ത്സ് ആണ് നമ്മൾ സാധാരണ ഹോൾഡിംഗ് പീരീഡ്. ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 36 മന്ത്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ അമെൻഡ് ആയിട്ടുണ്ട്. ഓൾ അതർ അസറ്റ്സിന്റെ കേസിൽ, മറ്റ് അസറ്റ്സ്, നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റ്സ് അല്ലാതെ ബാക്കിയുള്ള ക്യാപിറ്റൽ അസറ്റ്സിന്റെ കേസിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ചേഞ്ച് ആയിട്ടുണ്ട്. 36 മാസത്തിൽ നിന്ന് 24 മാസമായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. എത്രയായി? 36 മാസത്തിൽ നിന്ന് അത് 24 മാസമായി. പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഹെഡിങ് ശ്രദ്ധിച്ചറിയാം, അമെൻഡഡ് പ്രൊവിഷൻ ഉള്ളതിന്റെ ബ്രാക്കറ്റിൽ ഇഫ് ഡു ദ ട്രാൻസ്ഫർ ഈസ് ആഫ്റ്റർ ഓൺ ഓർ ആഫ്റ്റർ 23/7/2024. അതായത് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ഹോൾഡ് ചെയ്തിട്ട് അത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഒന്നെങ്കിൽ 23/7/2024 അല്ലെങ്കിൽ അതിന് ശേഷമോ ഉള്ള ഒരു ഡേറ്റിലാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 24 മാസം എന്നുള്ളത് ആപ്ലിക്കബിൾ ആകുകയുള്ളൂ.
അതിന് മുന്നെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ 23/7/2024 മുന്നെയാണ് ട്രാൻസ്ഫർ, ഹോൾഡിംഗ് പീരീഡ് ഒന്നും അല്ലേ പറയുന്നത്, ട്രാൻസ്ഫർ അതായത് ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പീരീഡ് 23/7/2024 മുന്നേ ആണെന്നുണ്ടെങ്കിൽ 36 മാസം എന്നുള്ള പ്രൊവിഷൻ തന്നെയായിരിക്കും കണ്ടിന്യൂ ആവുക. പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 23/7/2024 അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ 36 മാസം എന്നുള്ളത് കുറഞ്ഞ് 24 മാസമാവും. അപ്പൊ പറഞ്ഞു വരുന്നത് 24 മന്ത്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും, 24 മന്ത്സിന് മുകളിലാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് പീരീഡ് ഓഫ് ഹോൾഡിംഗ് റിഗാർഡിംഗ് പറയാനുള്ളത്. ദെൻ രണ്ടാമത്തത് ഇൻഡെക്സേഷൻ ആണ്. ഇൻഡെക്സേഷന്റെ കേസിൽ ഒരു വലിയൊരു മാറ്റം തന്നെ നമുക്ക് എന്താണ് ക്യാപിറ്റൽ ഗെയിനിൽ വന്നിട്ടുണ്ട്. ഇൻഡെക്സേഷൻ നമുക്കറിയാം, ഈ ഷോർട്ട് ടേമും ലോങ് ടേമും നമ്മൾ വേർതിരിച്ച് അതിന്റെ കമ്പ്യൂട്ടേഷൻ പാർട്ടിൽ നമുക്ക് മേജർ ആയിട്ടും വരുന്ന ഒരു കാര്യം തന്നെ ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റാ അല്ലെ. എക്സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊരു വലിയ ചേഞ്ച് നമുക്ക് വന്നു. എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ, ഇൻഡെക്സേഷൻ റിഗാർഡിംഗ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പറയുന്നത്, നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് രണ്ടും ഉണ്ടായാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താ ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ RFAയുടെ കേസിൽ, റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ കേസിൽ നമ്മൾ എക്സിസ്റ്റിംഗ് അതായത് ഒരേ എംപ്ലോയിക്ക് തന്നെ ഒന്നിലധികം വർഷം റെന്റ് ഫ്രീ അക്കോമഡേഷൻ കണ്ടിന്യൂ ആകുകയാണ്. അതായത് ഒരേ എംപ്ലോയിക്ക് തന്നെ ഒരു വീട് കൊടുത്തു, അത് അടുത്ത വർഷം അത് കണ്ടിന്യൂ ആകുകയാണെന്നുണ്ടെങ്കിൽ RFAയുടെ വാല്യൂ ഇൻക്രീസ് ആയാൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ അഡ്ജസ്റ്റഡ് വാല്യൂവും ആക്ച്വൽ RFAയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വിച്ച് എവർ ഈസ് ലോവർ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സിമിലർലി നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതേ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാറുള്ളത് അല്ലെ. അപ്പം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സിന് നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉള്ളതാണ്. അത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിക്കോട്ടെ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിന്റെ കേസിലും ഉണ്ട്. ഓക്കെ, ഇതാണ് എക്സിസ്റ്റിംഗ് പ്രൊവിഷനെ. പക്ഷേ എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ തന്നെ താഴെ പറയുന്ന അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും, അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരുന്നാൽ കൂടിയും അതിനെന്തില്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലായിരുന്നു. ഓൾറെഡി നമുക്ക് അറിയാമായിരിക്കും, പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊവിഷൻ അറിയാവുന്നതാ അല്ലെ. അതായത് ബോണ്ട്, ഡിബഞ്ചേഴ്സ്, സെക്യൂരിറ്റീസ് ഓഫ് ഇന്ത്യൻ കമ്പനി ബൈ NR ഇൻ ഫോറിൻ കറൻസി, അതായത് നോൺ റെസിഡന്റ് ഫോറിൻ കറൻസിയിൽ നമ്മുടെ ഇന്ത്യൻ കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങിച്ചാൽ അത്, പിന്നെ ഡിപ്രീഷ്യബിൾ അസറ്റ്സ്, സ്ലം സെയില്, പിന്നെ സെക്ഷൻ 112 അതായത് 112A പറയുന്നത് നമ്മുടെ 111A, അതായത് ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻ ആണ് പറയുന്നത്. അതായത് 111A എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ മുറത്തുള്ള ടാക്സിനെ പറ്റിയാണ് പറയുന്നത്. 112A എന്ന് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വിച്ച് ഈസ് എബോവ് 1 lakh അല്ലെ, 1 ലക്ഷത്തിന് മുകളിൽ ഗെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ടാക്സേഷൻ അല്ലെ. ഇതൊക്കെയാണ് 112A പറയുന്നത്. ആൻഡ് 50AA പറയുന്ന അസറ്റ്സ് അല്ലെ. സോ ഇത്രയും കാറ്റഗറി ഓഫ് അസറ്റ്സിൽ വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലായിരുന്നു അല്ലെ. നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്? സെയിൽ കൺസിഡറേഷൻ എടുക്കും, അതിൽ നിന്ന് നമ്മൾ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കും. അപ്പൊ നമുക്ക് നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യും, അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് കുറയ്ക്കും. നമുക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഏത്, ഈ അസറ്റ്സിന്റെ കേസിൽ, അതായത് ബോണ്ട്, ഡിബഞ്ചർ, സെക്യൂരിറ്റീസ് ഓഫ് ഇന്ത്യൻ കമ്പനി, ഡിപ്രീഷ്യബിൾ അസറ്റ്സ്, ഈ അസറ്റ്സിന്റെ കേസിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് എടുക്കുകയുള്ളൂ. ഇനി ഇതിൽ വന്ന അമെൻമെന്റ് എന്താ? അമെൻമെന്റ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, അത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 23/7/2024 ശേഷമാണെന്ന് വിചാരിക്കാം. 23/7/2024 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റിലേക്കാണ് നിങ്ങൾ ക്യാപിറ്റൽ അസറ്റ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റേ കിട്ടില്ല.
ഏത് തരത്തിലുള്ള അസറ്റ് ആയിക്കോട്ടെ, ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ബോണ്ടോ, ഡിബഞ്ചറോ, സെക്യൂരിറ്റീസ് ഓഫ് ഇന്ത്യൻ കമ്പനിയോ, അതിന് ഓൾറെഡി ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല. അതല്ലാത്ത മറ്റ് ക്യാപിറ്റൽ അസറ്റ് ആയിരുന്നാലും അതിനും എന്ത് കിട്ടില്ല, നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയില്ല, എങ്ങനെയാ കമ്പ്യൂട്ടേഷൻ ചെയ്യുക? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യുക? ഞാൻ ഇവിടെ താഴെ എഴുതിയ പോലെ അല്ലെ, സെയിൽ കൺസിഡറേഷൻ നിന്ന് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയ്ക്കുക, നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണോ അത് കുറയ്ക്കുക, ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എത്രയാണോ അതും കുറയ്ക്കുക, ബാക്കി കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലേ. അപ്പം ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അപ്പം നമുക്കൊരു ഇത് വരും, ചേട്ടാ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ അതായത് ക്യാപിറ്റൽ ഗെയിൻ ഇൻക്രീസ് ആവും അല്ലെ, കൂടുതൽ ക്യാപിറ്റൽ ഗെയിൻ വരും, അതിനനുസരിച്ച് നമ്മൾ ടാക്സ് കൂടുതൽ കൊടുക്കണ്ടേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതിന് ഗവൺമെന്റ് കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് എന്താന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിന്റെ ടാക്സിൽ എന്ത് കൊണ്ടുവന്നു? റിഡക്ഷൻ കൊണ്ടുവന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ടാക്സ് റേറ്റിനെക്കാട്ടിലും കുറവാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇപ്പോൾ വരുന്നത്. അപ്പൊ ഇൻഡെക്സേഷൻ എടുത്ത് മാറ്റിയത് കൊണ്ട് എന്ത് ചെയ്തു? ടാക്സ് റേറ്റ് കുറവായി അല്ലെ. രണ്ട് ബെനിഫിറ്റ് ഒന്നും ചേർത്തില്ല അല്ലെ. ഇൻഡെക്സേഷൻ ബെനിഫിറ്റും തന്നു, പിന്നെ ടാക്സ് റേറ്റും കൂടെ കുറയ്ക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ പറ്റില്ല. ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞുകൊണ്ട് ടാക്സ് റേറ്റ് കുറച്ചു. ഓക്കെ, സോ ഇതാണ് ഇൻഡെക്സേഷൻ റിഗാർഡിംഗ് നമുക്ക് മേജർ ആയിട്ടും പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ അമെന്റ്മെന്റ്, ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ മൂന്നാമതായിട്ട് വന്ന അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ്. അത് ഓരോ വർഷവും മാറാറുണ്ട്. സോ പ്രീവിയസ് ഇയർ 2024-25 നമ്മൾ എടുക്കേണ്ട കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 363 363 കേട്ടോ. നേരത്തെ ഒരു 348 ആയിരുന്നു, ഇപ്പൊ അത് 363 ആണ്. ഓക്കെ, ശരി. ദെൻ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലെ അടുത്ത അമെന്റ്മെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത അമെന്റ്മെന്റ് സെക്ഷൻ 47-ലെ നോട്ട് എ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ചേഞ്ച് ആണ്. ദാറ്റ് ഈസ് ട്രാൻസാക്ഷൻസ് നോട്ട് റിഗാർഡ് ട്രാൻസ്ഫർ. ഇത് ആക്ച്വലി സെക്ഷൻ 47 പറയുന്നത് എന്താ? നിങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി ട്രാൻസ്ഫർ ചെയ്താലും ട്രാൻസ്ഫർ ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സെക്ഷൻ 47 പറയുന്നത്. സോ അതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, where the transfer of capital asset by the way of gift or will or irrevocable trust is excluded from capital gains taxation. അപ്പോൾ നമ്മൾ ഗിഫ്റ്റോ അല്ലെങ്കിൽ ബില്ലോ അല്ലെങ്കിൽ ഇറിവോക്കബിൾ ട്രസ്റ്റോ ഒക്കെയാണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ എന്താണ്? അതിന് ക്യാപിറ്റൽ ഗെയിൻ ഒന്നും വരില്ല അല്ലെ, അതിന് സ്പെസിഫിക് ടാക്സ് ഒന്നും വരില്ല. ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇൻഡിവിജ്വലോ HUF ആയിരിക്കണം. ഇൻഡിവിജ്വലോ HUF ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിൽ നിന്ന് എക്സ്ക്ലൂഷൻ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ. സോ ഇൻഡിവിജ്വലോ HUF ഈ പറയുന്ന പോലെ ഒരു ക്യാപിറ്റൽ അസറ്റ് ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇറിവോക്കബിൾ ട്രസ്റ്റ് ആയിട്ടോ ബില്ലായിട്ടോ കീപ്പ് ചെയ്താൽ അവർക്ക് അതിൽ നിന്ന് എക്സംഷൻ കിട്ടും എന്നർത്ഥം. ടാക്സ് വരില്ല എന്നർത്ഥം ഇൻഡിവിജ്വൽസിന് HUF-ന്. അതർ കാറ്റഗറീസിന് ഉണ്ടാവും. ഓക്കെ, ശരി. ദെൻ നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ്. അതായത് നമുക്ക് മേജർ ആയിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷനെ പറ്റി പറയുന്ന രണ്ട് സെക്ഷൻസ് ആണ്. സെക്ഷൻ 112-ഉം ആൻഡ് സെക്ഷൻ 112A അല്ലെ. ഇത് രണ്ടുമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ പറയുന്നത്. അതിൽ 112A ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ്, ഇക്വിറ്റി ഷെയർസ്, ഡിബഞ്ചേഴ്സ് അങ്ങനെയുള്ള ഫണ്ടുകളാണ് പറയുന്നുണ്ടെങ്കിൽ 112-ൽ നോൺ ഇക്വിറ്റി ആണ് പറയാറുള്ളത് അല്ലെ. സോ ഇതിന്റെ ടാക്സേഷൻ സ്കീമാണ് ഈ രണ്ട് സെക്ഷൻസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലും മേജർ ആയിട്ട് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. സോ നമുക്കത് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം നമുക്ക് 112A തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 112A-ൽ പറയുന്നത് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് എക്സീഡിങ്, നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 1 ലക്ഷത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ടാക്സ് 10% ആയിരിക്കും. ദാറ്റ് ഈസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഷുഡ് ബി ടാക്സ്ഡ് അറ്റ് 10%. 10%-ലായിരിക്കും ടാക്സ് എന്ത് ചെയ്യാം, ചാർജ് ചെയ്യാം. ദിസ് 1 lakh എക്സംഷൻ വിൽ ബി അപ്ലൈഡ് ഓൺലി വൈൽ കമ്പ്യൂട്ടിംഗ് ദ ടാക്സ്. ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴേ ഈ 1 ലക്ഷം എക്സംഷൻ കിട്ടുള്ളൂ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എക്സംഷൻ ഒന്നും കിട്ടില്ല. കാരണം ടാക്സിന്റെ പുറത്താണ് നമുക്ക് ഇത് കിട്ടുന്നത്, ഇളവ് കിട്ടുന്നത് അല്ലെ. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണയായിട്ട് കമ്പ്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ പുറത്ത് ടാക്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമല്ലോ. അങ്ങനെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പം
നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ക്യാപിറ്റൽ ഗെയിനിന് മാത്രം നമ്മൾ 10% എന്ത് ചെയ്താൽ മതി? ടാക്സ് പേ ചെയ്താൽ മതിയാകും. ഇതാണ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. പക്ഷേ ന്യൂ പ്രൊവിഷൻ എന്താ പറയുന്നത്? ന്യൂ പ്രൊവിഷൻ പറയുന്നത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 23/7/2024 അതിനുശേഷമോ ആണ് എന്നുണ്ടെങ്കിൽ, ആൻഡ് ദാറ്റ് ക്യാപിറ്റൽ ഗെയിൻ ഈസ് എക്സീഡിങ് 1,25,000, 1,25,000 കൂടുതലാണെങ്കിൽ നിങ്ങൾ ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 12.5% ടാക്സ് പേ ചെയ്താൽ മതിയാവും. അതായത് 1 ലക്ഷം എന്നുള്ള ആ ലിമിറ്റ് 1,25,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നർത്ഥം. അപ്പം ലിമിറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? റേറ്റും ചെറുതായിട്ടൊന്ന് കൂട്ടി. നേരത്തെ 10% ആയിരുന്നു, അത് 12.5% ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് 112 112A എന്നുള്ള സെക്ഷനിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാണ്ട് ബാക്കി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, 112Aയിൽ വരുന്ന ബാക്കിയുള്ള പ്രൊവിഷൻസ് അതെല്ലാം സെയിം തന്നെയാണ്. അതിലൊന്നും ഒരു ചേഞ്ചും ഇല്ല, അതെല്ലാം സെയിം തന്നെ. ആകെ വന്നിരിക്കുന്ന ഈ ഒരു ചേഞ്ച് ആണ് നമുക്ക് മേജർ ആയിട്ടും വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ പ്രൊവിഷൻസും കണ്ടിന്യൂ ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് 112 എന്നുള്ള സെക്ഷനിലെ വരുന്ന ചേഞ്ച് ആണ് കേട്ടോ. അതായത് 112. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. 112ല് നേരത്തെ ഉണ്ടായിരുന്ന പ്രൊവിഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനറൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 20% ആയിരുന്നു. അതായത് 112ല് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 20%-ത്തിലാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ദാറ്റ് ടു വിത്ത് ഇൻഡെക്സേഷൻ. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, പിന്നെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്ത അസറ്റ്സ് ആണെങ്കിലോ, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്ത ലൈക്ക് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, സീറോ കൂപ്പൺ ബോണ്ട്സ് ഇങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10% വിത്തൗട്ട് ഇൻഡെക്സേഷനും 20% വിത്ത് ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു അസറ്റ്സിന്റെ കേസിൽ നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ആയിരിക്കും റേറ്റ് ഓഫ് ടാക്സ് വരിക. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 10% ആയിരിക്കും റേറ്റ് ഓഫ് ടാക്സ് വരിക. ഓക്കെ, ഇതാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ കേസ് കേട്ടോ. ഇനി അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിലോ, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ നമുക്ക് 10% ആയിരിക്കും റേറ്റ് ഓഫ് ടാക്സ് വരിക. ദാറ്റ് ടു വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. ഇതാണ് 112ല് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഇനി അമെൻഡ് ആയത് എന്താ? അമെൻഡ് ആയത് നമ്മുടെ കയ്യിലുള്ള ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ 23/7/2024 ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 23/7/2024 അല്ലെങ്കിൽ അതിന് ശേഷമോ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ടാക്സിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താ അത്? നേരത്തെ നമ്മൾ ഓരോ അസറ്റ് വൈസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് എന്ത് വന്നിരിക്കുന്നത്? ചേഞ്ച് വന്നിരിക്കുന്നത്. സോ ജനറൽ റേറ്റ് 20% വിത്ത് ഇൻഡെക്സേഷനും, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ വിത്ത് ഇൻഡെക്സേഷൻ 20%, വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണെങ്കിൽ 10%. ഇനി അതൊന്നുമില്ല. ചേഞ്ച് ആയ പ്രൊവിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇനി കോമൺ ആയിട്ട് ജനറൽ റേറ്റ് എന്ന് പറയുന്നത് 12.5% ദാറ്റ് ടു വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. 12.5% ആയിരിക്കും റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസിന്റെ കേസിൽ നേരത്തെ അത് 10% ആയിരുന്നു. എന്ത്? ദാറ്റ് ഈസ് അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫേർഡ് ബൈ എ നോൺ റെസിഡന്റ് ഓർ എ ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയോ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാരോ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്താൽ നേരത്തെ 10% ആയിരുന്നു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് പുറത്തുള്ള ടാക്സ് എന്ന് പറയുന്നത്. അതിപ്പോ 10 എന്നുള്ളത് മാറി എത്രയായി? 12.5%. ദാറ്റ് ടു വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതാണ് മേജർ ആയിട്ട് വന്നൊരു ചേഞ്ച്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ നോൺ റെസിഡന്റിന്റെ കേസാണ് പറഞ്ഞത്. ഇനി റെസിഡന്റ് ഇൻഡിവിജ്വൽസിന്റെ കേസിൽ നമ്മൾ അറിയണ്ടേ? റെസിഡന്റ് ഇൻഡിവിജ്വൽസിന്റെ കേസിൽ ഇനി പറയാൻ പോകുന്ന ഒരു കണ്ടീഷൻസ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫൈഡ് റേറ്റിലാണ് ക്യാപിറ്റൽ ഗെയിനിന് പുറത്ത് ടാക്സ് വരിക. എന്തൊക്കെയാ കണ്ടീഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദ അസസി ഈസ് റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർ HUF. റെസിഡന്റ് ഇൻഡിവിജ്വലോ HUFO ആയ ഒരു വ്യക്തി, അയാളുടെ കയ്യിലുള്ള ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് ഇമ്മൂവൽ പ്രോപ്പർട്ടിയാണ്. ഇതുപോലെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസോ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസോ അങ്ങനെയൊന്നും ഉള്ളതല്ല, ഇമ്മൂവൽ പ്രോപ്പർട്ടിയാണ് കൈവശമുള്ളത്. ആൻഡ് അത് അക്വയർ ചെയ്തത് 23/7/2024 മുന്നേ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്തിരിക്കേണ്ടത് 23/7/2024 മുന്നേ ആണ്. ദെൻ ഇത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, ഈ അസറ്റ്, ഈ ഇമ്മൂവൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 23/7/2024 ശേഷമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്
12% വിത്തൗട്ട് ഇൻഡെക്സേഷൻ, അതായത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് 12, അതായത് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണേ. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് പുറത്ത് വരുന്ന ടാക്സ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 12% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ 12% പേ ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തുകൊണ്ട് 20% നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാക്സ് പേ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സിംപിളി ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കൊച്ചിയിൽ എടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്തു? ഒരു 20/8/2023 ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. 10 ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എടപ്പള്ളി ലുലു മാളിന്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് നല്ല വില കിട്ടും അല്ലേ? നിങ്ങളിത് 22/10/2024 ആയപ്പം ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, നിങ്ങളൊരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ഇമ്മോൾ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ വാങ്ങിച്ചത് 23/7/2024 മുന്നെയാണ്. നിങ്ങളിത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 23/7/2024 ശേഷമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു 20 ലക്ഷത്തിനാണെന്ന് വിചാരിക്കാം. 10 ലക്ഷത്തിന് വാങ്ങിച്ചു, 20 ലക്ഷത്തിന് വിൽക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 20 ലക്ഷം എന്ന് പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, 20 ലക്ഷമാണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുറത്ത് എന്ത് ചെയ്യാം? 12% വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് പേ ചെയ്യാം, അല്ലെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷൻ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്പ്യൂട്ടേഷൻ ഓഫ് ദീസ് ടു ഓപ്ഷൻസ് വിൽ ബി ഡൺ ഓൺലി വൈൽ കമ്പ്യൂട്ടിംഗ് ടാക്സ്. ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾ ഈ ബെനിഫിറ്റ് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾ ഈ ഒരു ബെനിഫിറ്റ് എടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇതാണ് 112 എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ റിഗാർഡിംഗ് ആയിരുന്നു. അതായത് 112 ആൻഡ് 112A എന്ന് പറയുന്ന രണ്ട് സെക്ഷൻസ് പറഞ്ഞു. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വന്നിരിക്കുന്ന ചേഞ്ച് ആണ്. അതിൽ മേജറായിട്ട് വലിയ ചേഞ്ച് ഒന്നും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷനിൽ വന്നിട്ടില്ല. ആകെ നമുക്ക് റേറ്റിൽ വന്നൊരു ചേഞ്ചേ ഉള്ളൂ. റേറ്റിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ 111A എന്ന് പറയുന്ന സെക്ഷനാണ് നമുക്ക് ആപ്ലിക്കബിൾ ആവുക. അതിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷനിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ടാക്സ് ചെയ്യുന്നത് എത്രയാ? 15%, 15%. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, അത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 23/7/2024 ശേഷമാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വരും? ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ചെയ്യപ്പെടുന്നത് 20%. അതായത് 15 എന്നുള്ള റേറ്റ് മാറി എത്രയായി? അത് 20 ആയി എന്നാണ് അർത്ഥം. 111A എന്ന് പറയുന്ന സെക്ഷനിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെ, അതിൽ ചേഞ്ചസ് ഒന്നുമില്ല. ബാക്കിയുള്ള പ്രൊവിഷൻ ഒക്കെ 111Aയിലെ സെയിം പ്രൊവിഷൻസ് കണ്ടിന്യൂ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അടുത്തത് സെക്ഷൻ നമ്പർ 50AA എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് നമുക്ക് മേജർ ആയിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. 50AA എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റി നിങ്ങൾ ഹോൾഡ് ചെയ്യാണ്. അത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് വന്നിരിക്കുന്ന ഒരു അമെൻമെന്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിക്കേ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ്, capital gain arising from the transfer of following asset will be considered as short term capital gain only. എന്ന് പറഞ്ഞാൽ താഴെ പറഞ്ഞിരിക്കുന്ന രണ്ട് അസറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര വർഷം ഹോൾഡ് ചെയ്താലും, നമ്മൾ ആദ്യം പീരീഡ് ഓഫ് ഹോൾഡിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ താഴെ പറയുന്ന രണ്ട് അസറ്റ്സ് നിങ്ങൾ പീരീഡ് ഓഫ് ഹോൾഡിംഗ് നോക്കേണ്ട ആവശ്യമില്ല. എത്ര വർഷം നിങ്ങൾ കൈവശം വെച്ചാലും അത് ട്രാൻസ്ഫർ ചെയ്താൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഏതൊക്കെ അസറ്റ്സ് ആണ്? ഒന്ന് മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സും, രണ്ട് യൂണിറ്റ്സ് ഓഫ് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് വിച്ച് ഈസ് അക്വയർഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2023. സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ടും പിന്നെ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചേഴ്സും, ഈ രണ്ട് അസറ്റ്സ്, ഇത് രണ്ടും എത്ര വർഷം നിങ്ങൾ കൈവശം വെച്ചാലും ഇതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ സെയിം പ്രൊവിഷൻ തന്നെയാണ് കണ്ടിന്യൂ ആകുന്നത്. പക്ഷെ ഈ ലിസ്റ്റിലേക്ക് എന്തായി? രണ്ട് അസറ്റും കൂടെ ആഡ് ഓൺ ആയി. അതായത് ഈ മാർക്കറ്റ് ലിങ്ക്ഡ് ഡിബഞ്ചറും യൂണിറ്റ്സ് ഓഫ് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഈ രണ്ട് അസറ്റ്സിന്റെ കൂടെ വേറൊരു രണ്ട് അസറ്റ്സും കൂടെ ആഡ് ഓൺ ആയി. പ്രൊവിഷൻ ഒക്കെ സെയിം തന്നെ. അതായത് എത്ര കാലം നിങ്ങൾ ഈ പറയുന്ന അസറ്റ്സ് ഹോൾഡ് ചെയ്താലും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്താൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ള പ്രൊവിഷൻ സെയിം തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല.
പക്ഷെ ഇതിൽ രണ്ട് അസറ്റ്സും കൂടെ ആഡ് ഓൺ ആയി. എന്തൊക്കെയാ അത്? ഒന്ന്, unlisted debentures which is transferred on or after 23/7/2024 and unlisted bonds which is transferred after 23/7/2024. അതായത് അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സും അൺലിസ്റ്റഡ് ബോണ്ടും കൂടെ ഇതിലേക്ക് ആഡ് ആയി. പക്ഷേ ഈ രണ്ട് ക്യാപിറ്റൽ അസറ്റും 23/7/2024 ശേഷമേ എന്തായിരിക്കാൻ പാടുള്ളൂ? ട്രാൻസ്ഫർ ചെയ്തിരിക്കാൻ പാടുള്ളൂ. എന്നാലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, എത്ര കാലം നമ്മളത് ഹോൾഡ് ചെയ്താൽ. കേട്ടോ? അപ്പൊ ഇതാണ് സെക്ഷൻ 50AA എന്ന് പറയുന്ന സെക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് സെക്ഷൻ നമ്പർ 46A ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന കേസിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷനിൽ വരുന്ന ചേഞ്ച് ആണ്. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി തന്നെ അവരുടെ ഷെയർസ് തിരിച്ചു വാങ്ങിക്കുകയാണ്, അല്ലെ? കമ്പനി ഇറ്റ്സെൽഫ് ഈസ് ബൈയിങ് ദെയർ ഓൺ ഷെയർസ് ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ നിന്ന് അവർ തന്നെ ഇഷ്യൂ ചെയ്ത ഷെയർസ് തിരിച്ചു വാങ്ങുന്നതിനാണ് ബൈബാക്ക് എന്ന് പറയുന്നത്. സോ ബൈബാക്കിന്റെ കേസിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൽ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പറയുന്നത് ഫോർ സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി. ഓക്കെ, അതായത് നിങ്ങളുടെ കൈവശമുള്ള ഷെയർസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കമ്പനിക്ക് കൊടുത്ത ഷെയർസ് ആകാൻ പാടില്ല. അതർ ദാൻ ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനിയുടെ ഷെയർസ് ആകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയും അവിടെ വരും, സെക്യൂരിറ്റി ഹോൾഡറും വരും, അല്ലെ? കമ്പനിയും ഉണ്ടാവും, ഷെയർ വാങ്ങിയ ആളും ഉണ്ടാവും, അല്ലെ? അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് ഡൊമസ്റ്റിക് കമ്പനിയുടെ സെക്യൂരിറ്റീസ് അല്ല എന്നുണ്ടെങ്കിൽ അത് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് വരില്ല? ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. സെക്യൂരിറ്റി ഹോൾഡർക്ക് എന്ത് ചെയ്യും? അത് ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും, അല്ലെ? കാരണം അയാളല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അയാളുടെ കയ്യിലാണ് അസറ്റ് ഉള്ളത്, സെക്യൂരിറ്റി ഹോൾഡറുടെ കയ്യിലാണ് അസറ്റ് ഉള്ളത്. ആ അസറ്റ് എന്ത് ചെയ്തു? തിരിച്ച് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ വരും. സെക്യൂരിറ്റി ഹോൾഡർ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് ടാക്സ് അടയ്ക്കണം. ഓക്കെ, സോ ഈ പ്രൊവിഷൻ സെയിം ആവുകയാണ്. അപ്പൊ അതർ ദാൻ ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ ഫോറിൻ കമ്പനീസ് ഒക്കെ വരും എന്നർത്ഥം, കേട്ടോ? അപ്പൊ ഈ പ്രൊവിഷൻ കണ്ടിന്യൂ ആകുകയാണ്, സെയിം പ്രൊവിഷൻ തന്നെ വരും. ദെൻ ഡൊമസ്റ്റിക് കമ്പനിയുടെ ഷെയർസ് ആണ് നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ, കമ്പനീസ് ബൈബാക്ക് ചെയ്യുന്നത് ഡൊമസ്റ്റിക് കമ്പനിയുടെ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താന്ന് വെച്ചാൽ അഡീഷണൽ ഇൻകം ടാക്സ് ഒരു 20% വരും, സർചാർജ് 12%, സെസ് 4%. കമ്പനി എന്ത് ചെയ്യുന്നു? ഡൊമസ്റ്റിക് കമ്പനിയാണ്, നമ്മുടെ കമ്പനി ഡൊമസ്റ്റിക് കമ്പനിയാണ്. ആ കമ്പനി എന്ത് ചെയ്യുന്നു? ഷെയർ ഹോൾഡർക്ക് ഇഷ്യൂ ചെയ്ത ഷെയർ തിരിച്ച് ബൈബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? 20% അഡീഷണലി ഇൻകം ടാക്സ് കൊടുക്കണം, 12% സർചാർജ് കൊടുക്കണം, 4% സെസ്സും കൊടുക്കണം. ഓക്കെ, സെക്യൂരിറ്റി ഹോൾഡർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സെക്യൂരിറ്റി ഹോൾഡർക്ക് ഒരു കുഴപ്പമില്ല, അയാൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല, നോ ടാക്സ് ഇംപ്ലിക്കേഷൻ. ഇതാണ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. ഇനി ന്യൂ പ്രൊവിഷൻ എന്താ, അല്ലെങ്കിൽ അമെൻഡഡ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്താ? ഇതിൽ ചേഞ്ച് ആയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് റിവേഴ്സ് ആയി. എന്താ റിവേഴ്സ് ആയെന്ന് വെച്ചാൽ കമ്പനിക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും വരില്ല. ഡൊമസ്റ്റിക് കമ്പനിയുടെ ഷെയർസ് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും വരില്ല. സെക്യൂരിറ്റി ഹോൾഡർക്ക് എന്ത് വരും? സെക്യൂരിറ്റി ഹോൾഡർക്ക് ടാക്സ് ഇംപ്ലിക്കേഷൻ വരും. എങ്ങനെ വരും? ബൈബാക്ക് പ്രൈസ് ടാക്സ്ഡ് ആസ് ഡിവിഡൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെഷൻ 22 സബ്സെഷൻ F അണ്ടർ ഇൻകം ഫ്രം IFOS. അതായത് എത്ര രൂപയ്ക്കാണോ ഇത് ബൈബാക്ക് ചെയ്യുന്നത്, അതായത് സെക്യൂരിറ്റി ഹോൾഡർ അയാളുടെ കയ്യിലുള്ള ഷെയർ തിരിച്ച് കമ്പനിക്ക് കൊടുക്കുമല്ലേ, അപ്പൊ എത്ര പ്രൈസിനാണോ ഇത് തിരിച്ചു കൊടുക്കുന്നത് ആ പ്രൈസ് എന്ത് ചെയ്യണം? ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതായത് അയാൾക്ക് കിട്ടുന്ന ആ വില കമ്പനി എന്ത് ചെയ്യണം? കമ്പനി ഈ സെക്യൂരിറ്റി ഹോൾഡർക്ക് കൊടുത്ത ഡിവിഡൻഡിനെ പോലെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ സം പറഞ്ഞാൽ, കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി ഇഷ്യൂസ് ഷെയർ ടു ഷെയർ ഹോൾഡർ, അല്ലേ? ഷെയർ ഹോൾഡർക്ക് എന്ത് ചെയ്യും? ഷെയർ കിട്ടും. ഓക്കെ, ഇനി ബൈബാക്കിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെ വരും? ബൈബാക്കിന്റെ കേസിൽ സെക്യൂരിറ്റി ഹോൾഡർ എന്ത് ചെയ്യും? തിരിച്ച് ഈ ഷെയർസ് കമ്പനിക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ വെറുതെ കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കമ്പനി എന്ത് ചെയ്യണം? കമ്പനി ഒരു പ്രൈസ് ഈ ഷെയർ ഹോൾഡർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് കമ്പനി
ഒരു പ്രൈസ് ഷെയർ ഹോൾഡർക്ക് കൊടുത്താലായിരിക്കും ഷെയർ ഹോൾഡർ എന്ത് ചെയ്യുക, ഈ ഷെയർസ് തിരിച്ച് കമ്പനിക്ക് കൊടുക്കുക. അപ്പൊ കമ്പനി ഈ ഷെയർ ഹോൾഡർക്ക് ഈ ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പ്രൈസിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യാനാ പറയുന്നത്? ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനാ പറയുന്നത്. കമ്പനി ഷെയർ ഹോൾഡർക്ക് കൊടുത്ത ഡിവിഡൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനാ പറയുന്നത്. എന്നിട്ട് അത് എന്ത് ചെയ്യണം? ഈ സെക്യൂരിറ്റി ഹോൾഡർ അയാളുടെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആ ഡിവിഡൻഡ് കാണിക്കണം. ഓക്കെ, ഇതാണ് പറയുന്നത്. ആൻഡ് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എക്സ്റ്റിന്യൂഷ് ആയി പോകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് കമ്പനി തിരിച്ചത് ബൈബാക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ കമ്പനി ഇഷ്യൂ ചെയ്ത പ്രൈസിനെക്കാട്ടിലും കുറവ് പ്രൈസിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് തിരിച്ചത് ബൈബാക്ക് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ? ക്യാപിറ്റൽ ലോസ് ആണ്. ക്യാപിറ്റൽ ലോസ് അല്ലെ, വാങ്ങിച്ച ഇഷ്യൂ കൊടുത്ത വിലയെക്കാട്ടിലും ആണ് അയാൾ എന്ത് ചെയ്തിരിക്കുന്നത്, തിരിച്ച് ബൈബാക്കിന് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കമ്പനി ഇത് 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തെന്ന് വെച്ചോ, തിരിച്ച് ബൈബാക്ക് ചെയ്യുന്നത് 60 രൂപയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ, സെക്യൂരിറ്റി ഹോൾഡർക്ക് 40 രൂപ നഷ്ടമാണ്, 40 റുപ്പീസ് ലോസാണ്. അപ്പൊ ആ ലോസ് ക്യാപിറ്റൽ ലോസ് ആയിട്ട് എക്സ്റ്റിന്യൂഷ് ആയിട്ട് കളയണം അല്ലെ, അതായത് എക്സ്റ്റെൻഡ് ആയി പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബൈബാക്ക്, അതായത് ഡൊമസ്റ്റിക് കമ്പനിയുടെ ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് പോകാം. നമ്മൾ ഇത്രയും നേരം ക്യാപിറ്റൽ ഗെയിൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ക്യാപിറ്റൽ ഗെയിനിലാണ് അത്യാവശ്യം മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. നമ്മൾ പീരീഡ് ഓഫ് ഹോൾഡിംഗിൽ ചേഞ്ച് പറഞ്ഞു, ഇൻഡെക്സേഷനിൽ ചേഞ്ചസ് പറഞ്ഞു അല്ലെ. പിന്നെ മേജർ ആയിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന്റെയും ടാക്സേഷനിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അതായത് 112A-യും 112-ഉം ഒക്കെ കൂടുതൽ, 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ. അപ്പൊ ഇതിന്റെ ടാക്സേഷൻസ് ഒക്കെ കൂടുതലായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യതകൾ കൂടുതലുള്ളതാണ്. സോ ഇതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് എക്സാംസിന് പോവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് കടക്കാം. ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ഫാമിലി പെൻഷൻ എന്നുള്ളതിലാണ് മേജർ ആയിട്ടൊരു ചേഞ്ച് വന്നിരിക്കുന്നത്. എന്താണ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിലി പെൻഷൻ കിട്ടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിപ്പോ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ എന്താ പറയുന്നത് വെച്ചാൽ, നോർമൽ സ്ലാബ് ഓപ്റ്റ് ചെയ്തവരായിക്കോട്ടെ 115 BAC ഓപ്റ്റ് ചെയ്തവരായിക്കോട്ടെ, അതിൽ നമുക്കൊരു ഡിഡക്ഷൻ അവൈലബിൾ ആണ് അല്ലെ. ഫാമിലി പെൻഷന് നമുക്കൊരു ഡിഡക്ഷൻ അവൈലബിൾ ആണ്. എത്രയാണ് ഡിഡക്ഷൻ? ഡിഡക്ഷൻ 33.33% ഓഫ് ദ പെൻഷൻസ് ഇൻകം ഓർ ₹15,000 വിച്ച് എവർ ഈസ് ലോവർ. അതായത് അവർക്ക് എത്രയാണോ പെൻഷൻ ഇൻകം ആയിട്ട് കിട്ടിയത് അതിന്റെ 33.33% അല്ലെങ്കിൽ 15,000 15,000 വിച്ച് എവർ ഈസ് ലോവർ എത്രയാണോ അത്രയും എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ ഫാമിലി പെൻഷന്റെ ഡിഡക്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്താലോ ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്താലോ രണ്ടിനും ഇത് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ വന്നിരിക്കുന്ന അമെൻമെന്റ് എന്താ? അമെൻമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയ സ്ലാബ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് 115 BAC പ്രകാരം പറഞ്ഞിരിക്കുന്ന പുതിയ സ്ലാബ് ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും ഡിഡക്ഷൻ? 33.33% ഓഫ് ദ പെൻഷൻ സ്കീം ഓർ 25,000 വിച്ച് എവർ ഈസ് ലോവർ. ഇതിലേതാണോ ലോവർ അത്രയും വാല്യൂ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റും ഫാമിലി പെൻഷനിൽ നിന്ന്. അതായത് 15,000 എന്നുള്ള ഡിഡക്ഷൻ 25,000 ആയിട്ട് ഇൻക്രീസ് ആയി. അതാണ് ചേഞ്ച്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 115 BAC-യിൽ ന്യൂ സ്ലാബ് എടുക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ, ഓൾഡ് എടുക്കുന്നവർക്ക് കിട്ടില്ല. ഓൾഡ് എടുക്കുന്നവർക്ക് എത്ര തന്നെയായിരിക്കും, പഴയ 15,000 തന്നെ കണ്ടിന്യൂ ആവുമായിരിക്കും ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വന്നിരിക്കുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചേ, കൺസിഡറേഷൻ റിസീവ്ഡ് ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ബൈ എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി അണ്ടർ സെക്ഷൻ 56 സബ്സെഷൻ 2 ക്ലോസ് 7B. അതായത് ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റ് കമ്പനി അതാ ഉദ്ദേശിക്കുന്നത്. ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറയും, വൈൽഡ്ലി ഹെൽഡ് കമ്പനി എന്ന് പറയും, അതായത് പബ്ലിക് കമ്പനീനെ. അപ്പോൾ ഇതെന്തുകൊണ്ട് എങ്ങനെ പറയുന്നത് വെച്ചാൽ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്ത് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് കമ്പനി ആണെങ്കിൽ അത് പോസിബിളാണ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ അല്ലെ. ദെൻ അപ്പോ ഈ ക്ലോസ്ലി ഹെൽഡ് കമ്പനിയുടെ കേസസിൽ നമ്മൾ കൺസിഡറേഷൻ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പറയുന്നത്, ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്, അവര്
ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ദ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർ എക്സീഡ്സ് എ ഫെയർ മാർക്കറ്റ് വാല്യൂ. ഫെയർ മാർക്കറ്റ് അതായത് മാർക്കറ്റിലുള്ള വാല്യൂ എത്രയാണോ അതിനാണല്ലോ നമ്മൾ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റിലുള്ളത് 10 രൂപയാണ്, നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 12 രൂപയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ദ ഇഷ്യൂ പ്രൈസ് ഈസ് മോർ ദാൻ എന്താണ് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനി അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഷ്യൂ പ്രൈസ് ആൻഡ് എന്താണ് ഫെയർ മാർക്കറ്റ് വാല്യൂ, നമ്മൾ ഇതിനെ പ്രീമിയം എന്നൊക്കെ വിളിക്കും അല്ലെ. കമ്പനി അക്കൗണ്ട്സ് പഠിച്ചവരാണെങ്കിൽ അറിയാം, നമ്മൾ ഇഷ്യൂ പ്രൈസ് ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെ, നമ്മുടെ ആക്ച്വൽ പ്രൈസിനെക്കാട്ടിലും കൂടുതൽ വാല്യൂവിലാണ് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ പ്രീമിയം എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഷെയർസ് നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഇൻകം ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ. അപ്പൊ ആ പ്രീമിയം എമൗണ്ട് എന്ത് ചെയ്യണം, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കണം, ഇൻകം ആയിട്ട് കാണിക്കണം എന്നുള്ളതാണ് എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ. പക്ഷേ അമെൻമെന്റ് എന്താ, ഈ പ്രൊവിഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പ്രൊവിഷൻ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഈ പ്രീമിയം എമൗണ്ട് ഇൻകം ഫ്രം അതർ സോഴ്സിൽ കാണിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇൻകം ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഈ പ്രൊവിഷൻ എടുത്തു കളഞ്ഞു. ഓക്കെ, ശരി. ഇത് റിഗാർഡിങ് നമുക്ക് ഏതോ ഒരു അറ്റംപ്റ്റിലൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഈ എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ വെച്ചുകൊണ്ട്. സോ ഇതും ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ 5 ഹെഡ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. സാലറി മുതൽ തുടങ്ങി ഇൻകം ഫ്രം അതർ സോഴ്സ് വരെയുള്ള എന്തൊക്കെ ചേഞ്ചസ് ആണോ അത് ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചാപ്റ്റർ 6 ഡിഡക്ഷനിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ചാപ്റ്റർ 6 ഡിഡക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. അതിൽ ഫസ്റ്റ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ, ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു NPS ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ടു എംപ്ലോയർ ആസ് ഫോളോസ്, താഴെ പറയുന്ന രീതിയിൽ അല്ലെ. നോക്കിക്കേ, എക്സിസ്റ്റിംഗ് പ്രൊവിഷൻ പറയുന്നത് എംപ്ലോയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആണെന്നുണ്ടെങ്കിൽ അത് നോർമൽ സ്കീം ഓപ്റ്റ് ചെയ്താലും പുതിയ സ്കീം ഓപ്റ്റ് ചെയ്താലും എന്ത് ചെയ്യാം, 14% ഓഫ് ദ സാലറി, 14% ഓഫ് ദ സാലറി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എംപ്ലോയർക്ക് NPS-ലേക്ക്, അതായത് എംപ്ലോയിഡ് NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എംപ്ലോയർ എന്ന് പറയുന്നത് അതർ പേഴ്സൺ ആണ്, അതായത് സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലാതെ മറ്റ് പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ 10 എന്നുള്ളത് എത്രയാക്കാം, അതായത് 14 എന്നുള്ളത് 10% ആയിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, 10% ഓഫ് ദ സാലറി ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് മാക്സിമം എംപ്ലോയർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി അമെൻഡഡ് പ്രൊവിഷൻ പറയുന്നത് എന്താ? അമെൻഡഡ് പ്രൊവിഷൻ പറയുന്നത് നിങ്ങൾ പുതിയ സ്ലാബ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്, 115 BAC ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എംപ്ലോയർ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാക്സിമം എത്ര ചെയ്യാം, 14% വരെ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്താലും ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്താലും അങ്ങനെ തന്നെ. പക്ഷേ എംപ്ലോയർ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലാതെ മറ്റാൾ പ്രൈവറ്റ് സെക്ടേഴ്സിലുള്ള എംപ്ലോയേഴ്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 115 BAC ഓപ്റ്റ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ 10-ന് പകരം 14%, അതായത് എംപ്ലോയിയുടെ സാലറിയുടെ 14% എന്ത് ചെയ്യാം, ആ എംപ്ലോയർക്ക് NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പുതിയ സ്ലാബ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പഴയ സ്ലാബിൽ കണ്ടിന്യൂ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 10% ഓഫ് ദ സാലറി തന്നെയായിരിക്കും മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മാക്സിമം ലിമിറ്റ് 10% തന്നെയായിരിക്കും. ഓക്കെ, ദെൻ ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ ഏതാണ്, ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ്, ദാറ്റ് ഈസ് ഡിയർനെസ് അലവൻസ് വിച്ച് ഈസ് ഫോമിംഗ് പാർട്ട് ഓഫ് എംപ്ലോയ്മെന്റ്. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇൻകം ടാക്സിന്റെ അമെൻമെന്റ്സ്, അതായത് നമ്മൾ കവറപ്പ് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് നമ്മൾ കവറപ്പ് ചെയ്ത് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം അല്ലെ, എന്തൊക്കെയാണ് കവറപ്പ് ചെയ്തെന്നുള്ളത് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അമെൻമെന്റ്സ് കണ്ടു. ദെൻ അതിനുശേഷം നമ്മൾ ഹെഡ്സ് ഓഫ് ഇൻകത്തിലേക്ക് കടന്നു. അതിൽ നമ്മൾ ഇൻകം ഫ്രം സാലറി ആണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ അമെൻമെന്റ്സ് കണ്ടു. ദെൻ PGBP-യിലെ അമെൻമെന്റ്സ് കണ്ടു. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സിലെ അമെൻമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്, ചാപ്റ്റർ 6A ഡിഡക്ഷൻസിലെ അമെൻമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ,
സോ ഇനിയും കുറച്ചധികം ഡിസ്കഷൻസ് അല്ലെങ്കിൽ കുറച്ചധികം അമെൻമെന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അതായത് നമുക്ക് TDS ആൻഡ് TCS എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അമെൻമെന്റ്സ് ഉണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് ടോട്ടൽ ഇൻകം, അതേപോലെ ആധാർ കോട്ടിങ്ങിലുള്ള ഒരു ചേഞ്ച്. അപ്പോൾ കുറച്ചധികം അമെൻമെന്റ്സ് കൂടെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത അമെൻമെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി വരാൻ പോകുന്ന അമെൻമെന്റ്സ് അല്ലെങ്കിൽ ഇനിയുള്ള അമെൻമെന്റ്സ് നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ CA/CMA കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന അപ്കമിങ് അറ്റംപ്റ്റിൽ ഈ ഒരു അമെൻമെന്റ്സ് വളരെ യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ റിവിഷന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. സോ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.